ആദ്യം ശരത്, നമ്മൾ ഇന്നലെ ചെയ്തതിന്റെ ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് പോകാം. ഇന്നലെ നമ്മൾ പറഞ്ഞതിന്റെ ഒരു മാത്തമാറ്റിക്സ് റിവീൽസ് ദി പോസിബിലിറ്റീസ് ഓഫ് ദി സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് എന്ന് ആ ഒരു പോയിന്റ്, അതാണ് മെയിൻ ടോപ്പിക്. അതില് ആദ്യത്തെ സെക്ഷൻ മാത്തമാറ്റിക്കൽ സ്ട്രീം ഓഫ് റെഫറൻസ്, അതായിരുന്നു നമ്മൾ ഇന്നലെ ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഡിലൈറ്റ്സ് ആൻഡ് പസിൽസ് ഓഫ് മാത്തമാറ്റിക്സ്. പക്ഷെ ഈ മാത്തമാറ്റിക്കൽ സ്ട്രീം ഓഫ് റെഫറൻസിന്റെ അതൊന്ന് ചുരുക്കി പറയുവാണെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞില്ലേ, മാത്തമാറ്റിക്സിൽ നമുക്ക് മനുഷ്യര് അത് വളരെയേറെ ഉപയോഗിക്കുന്നത് പ്രോബ്ലം സോൾവിങ്ങിന്. കാരണം അവർക്ക് ടെക്നോളജി, അതായത് സാങ്കേതിക വിദ്യ മാത്രമല്ല, അവരുടെ ജീവിതം, ലൈഫിനെ സംബന്ധിച്ചുള്ള അസ്ട്രോളജീനെ അവർ ഉപയോഗിക്കും. രണ്ട് ഫീൽഡിലും ഉപയോഗിക്കും. എന്നിട്ട് ഇത് അവര് ഈ കണക്കൊക്കെ ചെയ്ത ഒബ്സർവബിൾസ് കിട്ടുമ്പം ആ ഒബ്സർവബിൾസിൽ നിന്നും അവർക്ക് ഇതിന് ഇന്റലിജൻസ് തന്നെയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി അതാണ്. ആ മാത്തമാറ്റിക്കൽ ഫ്രെയിം ഫോർ മൈൻഡ് ഓൾസോ, ഇഫ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് ടു വർക്ക് ഓൺ ഇറ്റ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ നമ്മളിത് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒബ്സർവബിൾസ് കിട്ടുവാണെങ്കിൽ, അതായത് ഒബ്സർവബിൾസ് എന്ന് പറയുമ്പോൾ മെഷറബിൾ തിങ്സ്, അത് കിട്ടുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് മറ്റേ ഇന്റലിജൻസ് വെച്ച് റീസണിങ് ചെയ്ത് ആ ഒബ്സർവബിൾ എന്താണോ, ഏത് കാര്യമാണോ നമ്മൾ അളക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള യുക്തി അനുസരിച്ച് റീസണിങ് ഉപയോഗിച്ച് അതിന്റെ ന്യായീകരിക്കാനുള്ള ആ ബേസിസ് അവിടെ കിട്ടിയാൽ, കാൽക്കുലബിൾസ് കിട്ടിയാൽ, ഇന്റലിജിബിൾസ് കിട്ടിയാൽ, ഒബ്സർവബിൾസിൽ നിന്നും ഇന്റലിജിബിൾസ് കിട്ടിയാൽ, that will give you, through reasoning, that will give you the truth of that particular measurement. അപ്പോൾ ട്രൂത്ത്, റീസണിങ്, പ്രൂഫ് ആൻഡ് സർട്ടിറ്റ്യൂഡ് അതും ഉണ്ട് ഇതിന്. ഈ കിട്ടുന്ന റിസൾട്ട് ശരിക്കും അവന് ബോധ്യമായി, അവന് കൺവിൻസ്ഡ് ആകും. ആൻഡ് that's why there's a high degree of perfection ഇതില് ആൻഡ് സർട്ടിറ്റ്യൂഡ് ഓൾസോ. അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ മാത്സ് ഇസ് വൺ ലെവൽ. It stands on its own on the neutral ground, and it depending on its counterpart of calculables, observables ന് വേണ്ടിയ calculables മാത്രം ഉപയോഗിച്ച് പ്രൂഫ് ഉള്ള ഒരു തരത്തിൽ അതിനകത്ത് ജോമെട്രിക് ഫോംസും വരും, ഇക്വേഷൻസും വരും. അങ്ങനെ വരുമ്പം അതിന് സർട്ടിറ്റ്യൂഡ് ഉള്ള ഒരു ഇതാണ്. എന്നിട്ട് അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇറ്റ് ഈസ് ഇൻ വാട്ട് യു കോൾ ദാറ്റ് കൈൻഡ് ഓഫ് ആബ്സല്യൂട്ടിന്റെ ലെവലിൽ നിന്നാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. ചിലപ്പം എല്ലാവരും അത്രയും ഈസി ആയിട്ടുള്ളതൊന്നും അല്ല. ചില ചെറിയ പ്രയാസങ്ങളുള്ള പോയിന്റ്സിൽ മാത്സ് വരാം. പക്ഷെ അതില് അവിടുത്തെ മറയ്ക്കുന്ന, സത്യത്തിൽ നിന്ന് മറയ്ക്കുന്ന ആ ഫാക്ടർ എന്താണോ അത് വളരെ നേർത്തതാണ്. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണ്. ഇറ്റ് വോണ്ട് obstruct the or hide the full vision of the truth from man. അവന് ആ ബോധം നന്നായിട്ട് അവന്റെ ഉള്ളിൽ അത് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അവന് കിട്ടാം. അപ്പൊ അങ്ങനെയാണ് പൈത്തഗോറസിന്റെ സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ഒരു തിയറി. ആദ്യത്തെ തിയറി റിഗാർഡിംഗ് ഇറ്റ് വാസ് ദ ഹൈപ്പോട്ടന്യൂസ്, the distance of the hypotenuse in terms of the base and the adjacent side of right angle triangle. രണ്ടാമത്തേതാണ് പൈത്തഗോറിയൻ concept ഇതായിരുന്നു, regarding that the nature the cosmos, to understand the cosmos, number is required. The role of number was pointed out by Pythagorean concept in understanding the cosmos. അതായത് കോസ്മോസിലുള്ള എല്ലാ ഫിസിക്കൽ ആസ്പെക്ട്സും, അതിനകത്തെ ഫിസിക്കൽ ഫോഴ്സസ് ഓർ ഫിസിക്കൽ നേച്ചർ ഓഫ് സബ്സ്റ്റൻസസ്, അല്ലെങ്കിൽ അവരുടെ ഈവൻ ഹൈലി സ്പെക്കുലേറ്റീവ്
evolved thoughts also on the ട്രൂത്തിന്റെ അടുത്ത് വരുന്ന ആ തോട്ട്സ്, ആ എവല്യൂഷൻ, ആ പ്രോസസ്സിൽ, ഉയർന്നു വരുന്ന ആ പ്രോസസ്സിൽ, ആ മെറ്റാഫിസിക്കൽ പ്ലെയിനിലും അവിടെ ആയാലും ഫിസിക്കൽ പ്ലെയിനിലായാലും നമ്പേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞ ത്രിഗുണത്തിന്റെ കാര്യം, അല്ലെങ്കിൽ വാട്ടറിന്റെ 3 സ്റ്റേറ്റ്, H2, ഡൈഹൈഡ്രജൻ ഓക്സൈഡ് എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് വെള്ളമായിട്ട് കരമായിട്ടും, ഐസായിട്ട് കരമായിട്ടും, പിന്നെ ബാഷ്പമായിട്ടിരിക്കുന്ന ആ 3 സ്റ്റേറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറെ. അപ്പം അതാണ് സെക്കൻഡ് പൈത്തോഗ്രിയൻ നമുക്ക് തിയറി കിട്ടിയത്. അപ്പൊ ഇതൊക്കെ പിന്നെ ദേ ആർ ഓൾ ബേസ്ഡ് ഓൺ ദോസ് റീസണിങ്. എന്നിട്ട് അപ്പോൾ പൈത്തോഗ്രിയൻ അവർക്ക് കുറച്ചുകൂടെ, പക്ഷെ അവരുടെ ആ കൺസെപ്റ്റ് ഇങ്ങനെ ഈ ഡിവിനിറ്റിയോടുള്ള ആ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഒന്നും പിടിക്കത്തില്ല. എസ്പെഷ്യലി ഇത് മോഡേൺ ആയിട്ടുള്ള പിന്നെ modern world will averse to it maybe. But then what is seen is, even in the modern world, people give importance to both. In maths, that importance is given to both to divinity and the machine. രണ്ടിലും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും the two aspects of life, mathematics brings it together എന്നാ പറയുന്നത്. It's sort of like the meeting place of the observables and the calculable, or visibles and the intelligible. So അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അതുപോലെ ഈ ഫിസിക്സും മെറ്റാഫിസിക്സിലും മെർജ് ചെയ്യുന്നത് പോലെ ഇവിടെയും അതുപോലെ തന്നെ സംഭവിക്കും. ഇതിനകത്ത് കുറച്ചും ആൽജിബ്രയും ജോമെട്രിയും വരും ഈ മാത്തമാറ്റിക്സിൽ. ഇതും ഉൾപ്പെട്ട് വരുമ്പോഴാണ് we see that there is a basis of a unified science integrated ആ ഫീൽഡിൽ ഇത് നടക്കുന്നത്. So what the significance is of this unified science of the absolute, ശരിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഡൊമെയിൻ ഓഫ് മാത്തമാറ്റിക്സിലാണ്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എല്ലാം ഈ ഡൊമെയിനിലാണ്. യൂണിഫൈഡ് സയൻസ് ഓഫ് ദ ആബ്സല്യൂട്ട് it can be visualized in the domain of mathematics. അതായത് അവർ കുറച്ചൊക്കെ ഇങ്ങനെ മെഷർമെന്റ്സ് ഒക്കെ നടത്തുമായിരിക്കാം യൂസിങ് ദിയർ അവരുടെ യൂസിങ് ദിയർ സെൻസസ് ആൻഡ് ദിയർ കർമ്മേന്ദ്രിയ കൈയൊക്കെ ഉപയോഗിച്ച്, പിന്നെ ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് അവർ ചിലപ്പം അളക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, ഒബ്സർവബിൾസ് കിട്ടുമായിരിക്കും. പക്ഷെ നല്ല സുന്ദരമായിട്ടുള്ള നന്നായിട്ട് യുക്തി അപ്ലൈ ചെയ്ത് they have to reason out, and that reasoning should be in that domain of the mathematics domain എന്ന് പറയുന്നത് it should be in that unified science of the absolute. ആ തരത്തിലായിരിക്കണം. അതായത് നന്നായിട്ട് ആ കോൺഷ്യസ്നെസ് ലെവൽ അത് അവിടെ നന്നായിട്ട് പ്രകാശിക്കുമ്പോഴേ ഉള്ളൂ അത് ശരിക്ക് വരുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത, മാത്സിന്റെ പ്രത്യേകത. why it is so successful compared to other discipline in arriving at the truth regarding any experiment that is conducted or any experiences that are obtained by the scientists. അപ്പോൾ അത് പറഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ അത് ഷോർട്ടായിട്ട് പിന്നെ നമ്മൾ പോയിട്ട് മറ്റേ ആസ്പെക്റ്റിലോട്ട് പോയത്. അതായത് പിന്നെ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യവും വിസിബിൾസും പിന്നെ ഇന്റലിജിബിൾസും ഒരു ആസ്പെക്ട് പറയുകയാണെങ്കിൽ അതിന് ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് കോഴ്സ് നമ്മുടെ ഇപ്പം നമുക്ക് ഒന്നും പഠിക്കാത്തവന് പോലും അവന് ബേസിക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പോലും അവന് ബേസിക് ആയിട്ടുള്ള കണക്കല്ല. He knows that even though he might not be able to read and write, അവന് കണക്ക് കൂട്ടാൻ അറിയായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് കംസ് ടു ഹിം അല്ലേ? അപ്പൊ അത് നമ്മള് പ്രാക്ടിക്കൽ ആസ്പെക്ട്സില് അതൊരു ഒരു നമുക്ക് അപ്പം ഒരു പഠനം നമ്മൾ വരുന്നതിന്റെ അപ്പുറമായിട്ടുള്ള ഒരു സ്ഫിയർ കണക്കിനുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ആസ്ട്രോണമി ആയാലും നമുക്ക് ഫിസിക്സ് ആയാലും നമ്മുടെ കെമിസ്ട്രി ആയാലും ഇതിലെല്ലാം ഇക്വേഷൻസും ഫിഗേഴ്സും
ഡ്രോയിങ്സും എല്ലാം ഉണ്ട്. അപ്പം ഇതിലെല്ലാം നമ്പേഴ്സും അതേ കണക്ക് തന്നെ ഈ കണക്കിന്റെ ഭാഗമായ ഈ അഡീഷൻസും സബ്ട്രാക്ഷൻസും മൾട്ടിപ്ലിക്കേഷനും ഈവൻ നമ്മള് ബയോളജിക്കൽ ആസ്പെക്ട്സിലേക്ക് വന്നാൽ തന്നെ അവിടെയും കണക്ക് നമ്പേഴ്സിന്റെ പ്രാധാന്യം ഇല്ലാതെ എക്സിസ്റ്റൻസ് ഇല്ല. അത് പക്ഷെ തിരിച്ചല്ല. മാത്സ് ക്യാൻ എക്സിസ്റ്റ് ഈവൻ വിത്തൗട്ട് അതർ തിങ്. cannot exist without maths because അതായത് പൈതോഗ്രിയൻ കൺസെപ്റ്റ് തന്നെ അതന്നെ. കാരണം അപ്പോൾ that is why the Pythagorean concept also, as we are reading further now, it ഒരു godly concept ൽ അത് വരുന്നുണ്ട്, ഒരു absolute concept അത് വരുന്നുണ്ട്. That is why Nataraja Guru has given so much focus on maths, because it is distinct from any other forms of science as an absolute thing, because it permeates and it finds its place in every field of life, in every field of science. Math is part and parcel. അപ്പം അതെന്റെ ആയിരിക്കും എൻ്റെ ഒരു, ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ സയന്റിഫിക് സിസ്റ്റം, ജസ്റ്റ് ഒരു മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതന്നെ മെറ്റാഫിസിക്കൽ പ്ലെയിൻ വരും, ഇതിനകത്ത് വരും. കാരണം ഈ മറ്റേ എല്ലാ ഡിസിപ്ലിനിലും മാത്തമാറ്റിക്സ് വേണം, എണ്ണം എന്ന് പറയുന്ന ന്യൂമറോളജി വേണം, പല കാര്യത്തിനും നമ്പർ വേണമല്ലോ. അത് ബേസിക് ആയിട്ട് വരും, മനുഷ്യന് വരും. അത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് ഇത് നമ്മുടെ ജ്യോതിഷം ഇതിലെല്ലാം വന്നാല് that is part and parcel of this. So, every transcending in every daily life, in metaphysical plane, in scientific plane, everywhere it is found. അതാണ് absolute status എനിക്ക് വരാനായിട്ട് കാരണം. അതെ തന്നെ. അത് അവിടുന്ന് തന്നെയാണ് ആ ഒരു വിഷയം, ആ ഒരു ഡിസിപ്ലിൻ, പിന്നെ അല്ലെങ്കിൽ മനുഷ്യന്റെ പിന്നെ ആക്ടിവിറ്റീസിന്റെ ആ ഒരു പാർട്ട് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഡൊമെയിൻ, അവിടെ ഇത് നന്നായിട്ട് ആ ആബ്സല്യൂട്ടിന്റെ പിന്നെ ആ ഫീൽഡ് അവിടെ വളരെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് അത് വർക്ക് ചെയ്യുന്നത്. റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് ഓൾസോ അത് അതിന്റെ ആ എബിലിറ്റി കൂടുതൽ എടുക്കാൻ. ഇപ്പം ഇവൻ മങ്കി if you have just, instead of it giving one, if you show 2 apples, you see inherently how it will take try to take both. അപ്പൊ ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ളത് അത് എടുക്കാൻ നോക്കും. at that time, so counting also there also basically instinctive ആയിട്ടും അവർക്ക് വരുന്നതാണ്. though it is maths എന്നുള്ളത് അവർക്ക് അങ്ങനെ അറിയത്തില്ലെങ്കിലും അതുണ്ട്, ആ ഒരു ഫീൽഡിലാണ്. ഒരു കുരങ്ങിന് നമ്മള് ഫ്രൂട്ട്സ് വെച്ചാലേ 1 2 നമ്പേഴ്സ് അവിടെ വന്നു കഴിഞ്ഞു. അതന്നെ. അപ്പോ പിന്നെ ബാക്കിയുള്ള പറഞ്ഞ ഇന്നലെ ഹൗ ദർ ആർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് യൂട്ടിലിറ്റേറിയൻ മാത്തമാറ്റിക്സിൽ നിന്ന് പ്യോർ മാത്തമാറ്റിക്സിലോട്ട് റൈസ് ചെയ്യാനുള്ള അബ്സ്ട്രാക്ഷൻസ് അവര് നമ്മുടെ ഒബ്സർവബിൾസ്, അതായത് നമ്മൾ കണക്ക് കൂട്ടി മേടിക്കുന്ന സാധനത്തിന്റെ ഒക്കെ വിലയൊക്കെ നോക്കി അതൊക്കെ ചെയ്ത് അങ്ങനെ കിട്ടുന്നത്, ദാറ്റ് വുഡ് ബി 1 ലെവൽ. അപ്പം അവിടെ അത്രയും ആബ്സ്ട്രാക്ഷൻ ഇല്ല. പക്ഷെ പിന്നെ വെൻ യു ഗോ ടു സ്റ്റിൽ ഹയർ ലെവൽസ് ഓഫ് ആബ്സ്ട്രാക്ഷൻ, ദെൻ ജനറലൈസേഷൻ കാണും ഒബ്സർവബിൾസിൽ. പിന്നെ അപ്പോൾ ഈ ഇൻസ്റ്റെഡ് ഓഫ് ഡീലിംഗ് വിത്ത് ഗ്രെയിൻസ് ആൻഡ് സച്ച് തിങ്സ്, വെൻ യു ഗോ ടു നമ്പേഴ്സ് ഇറ്റ് സെൽഫ് ഓർ സം അതർ ഓബ്ജക്ട്സ്, അറേ ഓഫ് ഓബ്ജക്ട്സ്, അപ്പൊ സെറ്റ്സ്, മാട്രിക്സ്, അങ്ങനെ കുറെ ഓരോരോ കാര്യത്തിലോട്ട് പോകുമ്പോൾ, ഗ്രൂപ്പ്സ് അതിലോട്ട് പോകുമ്പം കുറച്ചുകൂടി ഹയർ ലെവൽ ഓഫ് മാത്തമാറ്റിക്സ് വരുമ്പം അവിടെ ചിലപ്പോൾ വി ക്യാൻ ഹാവ് ദാറ്റ് സം സ്ലൈറ്റ് പിന്നെ പ്രോബ്ലംസ് ഉള്ളത് ആണെങ്കിലും അവിടെയും ആ ഒരു വെർട്ടിക്കൽ പിന്നെ ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ടാവുന്നതും ആയിട്ട് ചിന്തിക്കാം. ആ ഡിഫറെന്റ് ലെവൽസ് ഓഫ് പിന്നെ എന്താണ്
പ്യുവർ മാത്തമാറ്റിക്സിലോട്ട് പോകുന്ന ഉന്നത തലത്തിൽ ഇതേ സ്ട്രക്ചർ ദാറ്റ് സ്കീം ലൈക്ക് തിങ് where the horizontal and the vertical can be there. അപ്പോൾ ഈ അങ്ങനെ പോകുമ്പം ഈ ഡിഫറെന്റ് ലെവലിൽ നിന്ന് പോകുമ്പം ദറ്റ് ഇസ് യൂട്ടിലിറ്റേറിയൻ ടു ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പ്യുവർ മാത്തമാറ്റിക്സിലോട്ട് പോകുമ്പം അപ്ലൈഡ് ചെയ്യുന്ന, അതായത് യൂട്ടിലിറ്റേറിയൻ കഴിഞ്ഞിട്ട് അപ്ലൈഡ് മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ ലെവൽ കഴിഞ്ഞിട്ട് ഹയർ ലെവൽ ഓഫ് പ്യുവർ മാത്തമാറ്റിക്സിലോട്ട് പോകുമ്പം ഈ വെർട്ടിക്കൽ ലൈൻ വിൽ ബി പാസിംഗ് ത്രൂ ഓൾ ദീസ്. അപ്പോൾ ആ ഓരോരോ തലത്തില് ആ ഹോറിസോണ്ടലിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയും the abstraction becomes very much more intense sort of when you go to the pure mathematics ലോട്ട് പോകുമ്പോൾ. അങ്ങനെ ആ വെർട്ടിക്കൽ ലൈനിൽ നമുക്ക് മുകളിലോട്ടും പോകാം, താഴോട്ട് വരാം. പ്രോസ്പെക്റ്റീവ് ആൻഡ് റെട്രോസ്പെക്റ്റീവ് അത് it can sort of foretell certain things from these calculations and all that. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രയും പറഞ്ഞായിരുന്നു നമ്മൾ. പിന്നെ അപ്പൊ ഈ ലൈനിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഗൈഡിങ് ത്രെഡ് ടിൽ കണ്ടക്ട് യുവർ എന്നും പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞ് നമ്മൾ ആ പോയിന്റിൽ വന്നിട്ട് പിന്നെ ദിസ് ഇസ് ഇൻ ഷോർട്ട്. അപ്പൊ മാത്തമാറ്റിക്സിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി, ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ദറ്റ് എന്താണ് ആബ്സല്യൂട്ട് എന്നുള്ളത്. അതുകൊണ്ട് അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ്. ഇൻ ദ മെറ്റീരിയൽ സയൻസിൽ പഠിക്കുമ്പം അത് ഒരു സ്പെഷ്യൽ ഡിസിപ്ലിനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കമ്മിങ് ടു ദ അതർ ആസ്പെക്ട് ഓഫ് മാത്തമാറ്റിക്സ്. ഇതിനകത്ത് രണ്ട് ആസ്പെക്ട്സും ഉണ്ട്. അത് ദ ഡിലൈറ്റ് ആൻഡ് ദ പസിൽസ്. പസിൽസ് കുറച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ വിഷമിക്കുകയും ചെയ്യും. ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് ഉള്ള ഒരു പിന്നെ ഒരു 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 എന്താണ് ജോയ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡിലൈറ്റ്സും പസിൽസും ഓഫ് മാത്തമാറ്റിക്സ് അത് പിന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ വിത്തൗട്ട് ഇമോഷണൽ ഡിസ്റ്റോർഷൻസ് ആൻഡ് ഇന്റലക്ച്വൽ കോംപ്ലിക്കേഷൻസ്. അതായത് ഡിലൈറ്റ് ഉണ്ടാവുമ്പം വളരെ വികാരം കൊണ്ട് അതിനെ ആ അനുഭവം ഡിസ്റ്റോർട്ട് ചെയ്യരുത്. പസിൽസ് ആണെങ്കിലും വിഷമിപ്പിക്കുന്ന മാത്സ് എന്തെങ്കിലും ഒരു കാര്യം പിന്നെ അത്രയും പ്ലെയിൻ അല്ല, അതിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അത് കൈകാര്യം ചെയ്യുമ്പോഴും ഇന്റലക്ച്വൽ കോംപ്ലിക്കേഷൻ വരുത്താതെ അവിടെ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഇന്റലിജൻസും കൊണ്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. ഓൺലി ബൈ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു സോബർ സയന്റിഫിക് മൈൻഡ് വേണം. ചെയ്യുന്ന സയന്റിസ്റ്റോ ആരാണോ സീക്ക് ചെയ്യുന്നത് ട്രൂത്ത്. പിന്നെ അപ്പൊ ഒരു സൈഡില് the possibility of wonder on one side and earthly utility on the other need not, however, be ruled out of this scope of fully scientific view. ഇത് രണ്ടും നടത്താൻ പറ്റും. അതായത് ലൈറ്റ് ആയിട്ടുള്ള വണ്ടർ, അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വി ആർ സ്ട്രക്ക് ബൈ ദറ്റ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ആൻഡ് ദെൻ യൂട്ടിലിറ്റി എന്നും പറയുമ്പോഴും അവിടെയും അതും രണ്ടും നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പം ഇവിടെ സം വണ്ടേഴ്സ്, ഡിസ്കവറീസ്, ഇൻവെൻഷൻസ് അതൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ കുറെ എണ്ണം ആണ് ഇപ്പം താഴോട്ട് എൻലിസ്റ്റ് ചെയ്തു വരുന്നത്. അതിൽ നമുക്ക് മാത്സിനകത്തുള്ള പിന്നെ രസകരമായ കാര്യങ്ങളും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും രണ്ടും ഒരു 7-8 കാര്യങ്ങളുണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൽ നമുക്ക് ഈ ആദ്യത്തേത് എടുക്കാം. അത് പിന്നെ നമ്മുടെ ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. അതായത് മാത്തമാറ്റിക്സിലെ ഓപ്പറേഷനെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പിന്നെ അതിന്റെ കീഴിൽ തന്നെ 4-fold പാറ്റേൺ അതിനെക്കുറിച്ചും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ കുറിച്ചും പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകാം. അപ്പോൾ ഇതിനകത്ത് ഈ അണ്ടർ ദ സെക്ഷൻ ഓഫ് ഡിലൈറ്റ്സ് ആൻഡ് പസിൽസ് ഓഫ് മാത്തമാറ്റിക്സിൽ ആദ്യത്തെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പിന്നെ ഓപ്പറേഷൻസ് ഇൻ അരിത്മെറ്റിക്.
we have in maths arithmetic, geometry and algebra. അപ്പോൾ ഈ മൂന്നില് ഈ അരിത്മെറ്റിക്കിനെ കുറിച്ചാണ് പറയും. ഈ അരിത്മെറ്റിക്കിനകത്ത് നമ്പേഴ്സ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഓബ്ജക്ട്സും ഉപയോഗിക്കാം. ഇതിനകത്ത് ഉണ്ടാകുന്ന 4 ഓപ്പറേഷൻസ് ഓഫ് അരിത്മെറ്റിക് ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അത് ഈ 4 എണ്ണം ഉണ്ട്. Why should there only be 4? In the domain of algebra, it was given to the young genius of Galois to prove for the first time the equation of a high degree than the 4th were incapable of being solved in a strictly algebraic sense. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എടുക്കുമ്പം ഈ 4 ഓപ്പറേഷൻ ഉള്ളത് നമ്മൾ ആൽജിബ്രയിൽ പോകുമ്പം എടുക്കുവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആൽജിബ്രയിൽ എടുക്കുമ്പോൾ എ എന്ന് പറയുന്ന ഒരു സംഖ്യ അല്ല, ഒരു അൺനോൺ എ, എന്തോ ഒരു വേരിയന്റ് ആണെന്ന് വിചാരിച്ചു. എ ഇൻറ്റു 2a ഗുണിച്ചാൽ എന്താകും? എ സ്ക്വയർഡ് ആകും. എ ഇൻറ്റു എ. ഇത് ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നിർത്താം. എ ഇൻറ്റു എ ഇൻറ്റു എ 3 ഇരട്ടി ഉണ്ടെങ്കിൽ എ റേസ് ടു ദ പവർ ഓഫ് 3 വരും. എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ 4 തവണ ഗുണിച്ചാൽ എ റേസ് ടു ദ പവർ ഓഫ് 4 വരും. ഇത് ഗലോയ് പറഞ്ഞത് അല്ല, ഗലോയ് പറഞ്ഞതല്ല, അത് 4 വരെ പറ്റൂ, അതാണ് പറയുന്നത്. ഓൺലി അപ് ടു 4. വൈ ഇസ് ഇറ്റ് ഓൺലി, വൈ ഷുഡ് ദേർ ഓൺലി ബി 4? അപ്പോൾ we can, that is, you can have square. You can have square a raised to the power of 2. You can have a raised to the power of 3 cube ഉണ്ടാകാം. You can have, it is also called double square എന്ന് പറയുന്നതാണ് a raised to the power of 4. ഇത്രയും ഉണ്ടാകാം. അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് എന്തും കൊണ്ടാണെന്ന് അത് മനസ്സിലാക്കാൻ ഗാൽവ എന്ന ചിലപ്പം ഇവിടെ ആളുകൾ പറയുന്നത്, ഗാൽവ അല്ലെങ്കിൽ ഗലോയ് 22 വയസ്സ് ഏതാണ്ട് ഉള്ളപ്പോഴാണ് അത്ര അദ്ദേഹം ഇതിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ അത് കണ്ടുപിടിച്ചപ്പം അതിനകത്ത് ആൽജിബ്രയിൽ നമുക്ക് അതിനപ്പുറം പോകാൻ പറ്റൂല. അതിനെക്കുറിച്ച് ഈ ഗലോയെ കുറിച്ച് പറഞ്ഞത് എഡ്ന ക്രാമർ എഴുതിയിട്ടുണ്ട്. എവറിസ്റ്റ് ഗലോയ്, the keys of mathematics, settled once and for all the matter of solving algebraic equation. Algebraic equation a raised to the power of 4 നടക്കത്തില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം അത് ശരിയാക്കി. He proved that it is impossible to solve algebraically the general equation of degree greater than 4. So അപ്പോ impossible എന്ന് പറഞ്ഞിട്ട് Galois developed a theory of groups, അങ്ങനെയാണ്, and applied it to the question in hand. പറ്റില്ലെന്ന് പറഞ്ഞ കാര്യത്തിൽ ഇദ്ദേഹം ഒരു തിയറി ഡെവലപ്പ് ചെയ്ത്, തിയറി ഓഫ് ഗ്രൂപ്പ്സ്. അപ്പോൾ ആ ഗലോയുടെ അല്ലെങ്കിൽ ഗാൽവായുടെ തിയറം, അപ്പോൾ ആ തിയറം ആണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റും, അത് അങ്ങനത്തെ കേസുകൾ സോൾവ് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഗോ ബിയോണ്ട് എന്നുള്ളത്. An algebraic equation is algebraically solvable if and only if its group is solvable. ഇതാണ് അദ്ദേഹത്തിന്റെ പിന്നെന്താണ് തിയറം. അപ്പൊ അതിന് അദ്ദേഹം എന്തൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ, ഡിസ്പ്ലേ ഓഫ് നമ്പേഴ്സ് ഓർ എനി നമ്പേഴ്സ്, മീനിങ്ഫുൾ നമ്പേഴ്സ് ഇൻ സെറ്റിൽ നിന്ന് വേറെ ഒരു ലെവലിലോട്ട് പോയി, അതായത് ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പിനെ കുറിച്ച് ആ ഗ്രൂപ്പ് സൃഷ്ടിച്ചു. ഗ്രൂപ്പിലാത്ത ഈ നമ്പേഴ്സിന് ചില റൂൾസ് ഫോളോ ചെയ്യണം. അപ്പൊ എത്ര ആബ്സ്ട്രാക്റ്റ് ആണെന്ന് ഓർത്തോണം. ഇദ്ദേഹത്തിന് പ്രായം വളരെ ചെറുത്, 22 ഏതാണ്ടേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് ഇത്രയും ഈ ഗ്രൂപ്പിനെ കുറിച്ച് കിട്ടിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, ആൽജബ്രിക്കലി ക്യാൻ ബി സോൾവ് എന്ന് പറയുന്നത്, ഈ ഗ്രൂപ്പ് ആക്കണം എന്ന് പറയുമ്പം അതെല്ലാം കണ്ടുപിടിച്ചിട്ട് അന്നത്തെ സയന്റിസ്റ്റ് കോണ്ടംപററീസ് അദ്ദേഹത്തിനെ എന്താണ് വളരെ ഡിസ്കറേജ് ചെയ്ത്, he was locked in a room or something like that, and അങ്ങനെ അറിയാമല്ലോ, ഹെരസി എന്ന് പറയത്തില്ലേ, ഹെരസി പറഞ്ഞു എന്നും പറഞ്ഞ് അവരെ പനിഷ് ചെയ്യുന്നത് പോലെ മനുഷ്യർ അങ്ങനെ കാണിക്കുമല്ലോ. ദ എർത്ത് വാസ് ഇറ്റ്സ് എ ഗ്ലോബ് ലൈക്ക് തിങ്, ഇറ്റ്സ് നോട്ട് ഫ്ലാറ്റ് എന്ന് പറഞ്ഞതിന് ഒരു സയന്റിസ്റ്റിനെ
ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചതല്ലേ. അതുപോലെ ദിസ് ഗൽവ ഓൾസോ വാസ് ദ സെയിം വേ ഹാരസ്ഡ് മച്ച്. അപ്പോൾ അതാണ് ഒന്ന്. അപ്പോൾ മാത്തമാറ്റിക്സിന്റെ വണ്ടർ 4 ഉണ്ട്. പക്ഷെ 4 നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, റേസ് ചെയ്യാൻ പറ്റത്തില്ല, മോർ ദൻ 4. പക്ഷെ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തിയത് ഉണ്ട്. അപ്പൊ അതൊരു വണ്ടറാണ്. ഒരാൾക്ക് അത് സാധിച്ചെടുത്തു. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഇറ്റ് മസ്റ്റ് ബി വെരി ഹൈലി ഇന്റലിജന്റ് ഫ്രം ദ ആബ്സല്യൂട്ടിന്റെ ആ ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്ത് ഒരു ഇന്റലിജൻസ് ആയിരിക്കും അത്. എന്നിട്ട് നമ്മുടെ ശ്രീനിവാസ രാമാനുജം നമ്മുടെ ഇന്ത്യയിലും ഉണ്ടല്ലോ. ഹി വാസ് ബ്രാഹ്മൺ ആൻഡ് ഹി വാസ് നല്ല ഫുഡ്, സാത്വിക് ആയിട്ടുള്ള ഒരു മനുഷ്യന് ഫുഡ് they don't have much of proteins and all that. ക്ഷയം വന്ന് അദ്ദേഹം കടന്നു പോയത്. So see, they all operate in that field. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളുടെ ആ ബുദ്ധി, ആ ഇന്റലക്ട്, that intelligence, it takes them close to the truth. അപ്പോ അതാണ് നമ്മുടെ ഇതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ പിന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്താണോ, ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ ഗുരുദാസ്ജി പറഞ്ഞ പോലെ നമുക്ക് 2-3 ലൈൻസ് പാസിംഗ് ത്രൂ അറ്റ് ഓർത്തോഗോണൽ മീൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ഇപ്പൊ ഞാനൊരു പിന്നെ ബുക്ക് ഞാനിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പിടിച്ചാൽ ആ ബുക്കിന്റെ ഒരു കോണിൽ നിന്ന് ഞാനൊരു സ്ട്രേറ്റ് ലൈൻ ആ ബുക്കിന്റെ ആ ബൗണ്ട് പാർട്ടിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് വരച്ചാൽ അതൊരു Z ആക്സിസ് ആണെന്ന് വിചാരിച്ചു. ചെവിട്ടിലെ ആ പോയിന്റിൽ നിന്ന് ചെവിട്ടിലെ വലത്ത് വശത്തോട്ടുള്ള ലൈൻ പോലെ ഒന്ന് വരച്ച ആ ബുക്കിന്റെ ചെവിട്ടില് അത് X ആക്സിസ് ആണ്. പിന്നെ ഈ ബുക്കിൽ പിന്നെ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നതിന്റെ ഡൗൺ ഫ്രം ടോപ്പ് ടു ബോട്ടം വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരച്ചാൽ അത് താഴോട്ടും പോകുന്നുണ്ട്. എങ്ങനെയാണോ ഈ X ആക്സിസ് വരച്ചതുപോലെ അതും അങ്ങോട്ട് പോകുന്നുണ്ട്. Passing the book horizontally, passing the book vertically, passing the book forward, backward. അത് ഓർത്തോഗോണൽ ആണെന്ന് പറയും 3 ലൈൻസ്. അപ്പോൾ ഒരു ഓബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു വെക്ടർ എന്ന് പറയുന്നത് എനി ഫോഴ്സ് വിച്ച് മൂവ്സ് വിത്ത് ഇൻ എ ഡയറക്ഷൻ ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ഓൾസോ. അപ്പോൾ ഒരു വെക്ടറിന്റെ ഒറിജിൻ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ഒറിജിൻ പറയണം. അപ്പോൾ ആ വെക്ടറിന്റെ ആ ഒറിജിൻ പറയണം. അതിന്റെ വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു X, Y and Z. അപ്പോൾ മുഖ്യമായിട്ട് XYZ ആണ് നോക്കുന്നത്. അത് 3. പിന്നെ 1 ഈ വെക്ടർ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അത്. അങ്ങനെ 4 ഉണ്ട്. X, Y, Z പിന്നെ ആംഗിൾ ടു വിച്ച് ഇറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ്, ആ ആംഗിളും. ഈ 4 കാര്യങ്ങളാണ് ക്വാർട്ടേർനിയൻസ് എന്ന് പറയുന്നത്. ഒരു വെക്ടർ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഏതെങ്കിലും ഒരു വെക്ടോറിയൽ ക്വാണ്ടിറ്റി ഫോഴ്സ് മൂവിങ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഇപ്പൊ ഒരു ബോട്ട് ഉണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കേറാനുള്ള ഫിയറൊക്കെ കഴിഞ്ഞു പോയി. എന്തോ എനിക്ക് കത്തുന്നില്ല. ഓക്കെ, ഇറ്റ് ഡസന്റ് മാറ്റർ. എനിവേ ആ കേൾക്കുന്നവർക്ക് അതിന് ഒരു ഐഡിയ കിട്ടുമ്പം അത് ശരിയാവും. അത് നാളെ നമുക്ക് ഒന്നുകൂടെ പറയാം. ബിഫോർ കമ്മിങ് ടു ദിസ് ടോക്ക് വി വിൽ ഹാവ് എ സ്മോൾ ഡിസ്കഷൻ. അപ്പൊ അവിടെ ഉണ്ട് ഒരു വണ്ടറും ഒരു ഡിഫിക്കൽട്ട് പാർട്ടും ഉണ്ട്. അത് രണ്ടും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് അനദർ വൺ ആസ്പെക്ട് ഓഫ് ഇറ്റ്. അത് നമുക്ക് നാളെ ചെയ്യാം. സോ വിൽ ക്ലോസ് ഇറ്റ് ഫോർ ടുഡേ. Now we humbly bow and surrender ourselves to the ever and all pervading effulgence of the absolute love, bliss, Haji. Om